അംശം എല്ലാം കുറുക്കന്തറ. എല്ലാ നാട്ടിലെയും പോലെ ഇവിടെയും ഇണക്കവും പിണക്കവും കുസൃതിയും കുറുമ്പും എല്ലാം ഉണ്ട്. എങ്കിലും കലാ സാംസ്കാരിക രംഗത്ത് ഒരു പണത്തോക്ക് മുൻപിൽ നിൽക്കും ഈ കുറുക്കന്തറ ഗ്രാമം. ഇവിടെ ജാതിയില്ല, മതമില്ല, മതവിരുദ്ധ ശബ്ദമില്ല. എല്ലാ വിഭാഗക്കാരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എന്നിരുന്നാലും ഈ ക്ഷേത്രസന്നിധിയിൽ വന്നിട്ടേ അവരുടെ ഒരു ദിവസം ആരംഭിക്കൂ. എന്തിനധികം പറയുന്നു, വെളുപ്പാങ്കാലത്ത് കൃത്യം 4 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും കേൾക്കുന്ന സുപ്രഭാതം കേട്ടാണ് കുറുക്കന്തറ ഗ്രാമം ഉണരുന്നത് തന്നെ. സുപ്രഭാതം കേട്ടില്ലെന്ന് വേണ്ട. ഓ, നല്ല ഐശ്വര്യം. കറണ്ടും പോയി. ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴത്തേനും കറണ്ട് വരും. മാറിപ്പോയി ദൈവമേ, ആരുമില്ല. ഈ ഗ്രാമത്തിൽ ഇത്രയധികം ആൾക്കാരാ. ഇവന്മാർക്ക് ഉറക്കമില്ലേ? അമ്പലത്തിലെ പണി ഇന്നത്തോടുകൂടി തീരും. സാരമില്ലടാ, ഇനി ഞാൻ നാടകം കളിച്ച് ജീവിച്ചോളാം. അവരെ ഇറക്കിവിട്, ഇങ്ങോട്ട് ഇറക്കിവിട്. ഞങ്ങൾക്ക് കാണാവനെ ഇങ്ങോട്ട് ഇറക്കിവിട്. ഞങ്ങൾ സംസാരിക്കാം. അങ്ങോട്ട് ഇറക്കിവിട്. എന്തിനാ എന്റെ വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ താഴ്ന്നു പറഞ്ഞില്ലേ പ്രശ്നം? എന്നാ ഞങ്ങൾ പറയാം. അവരിങ്ങോട്ട് ഇറക്കിവിട്. ഇവിടെ വാടാ, ഇങ്ങോട്ട് മര്യാദക്ക് ഇറങ്ങി വരാൻ. ഇറക്കി വിടേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. വരാനാ പറഞ്ഞത്. മര്യാദക്ക് ഇറങ്ങി വരുന്നുണ്ടോ? എന്തിനാണോ ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് കയറും. അത് മേനോനാണല്ലോ. മേനോനും കൂട്ടരോ ഇവിടെ വന്നു? അതെ. ശരി, അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അമ്പലത്തിന്റെ താക്കോലല്ലേ? ഒരു നാടകക്കാരനായി എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. അപ്പോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മണിയുടെ അമ്മ അറിഞ്ഞില്ലേ? എന്താ? അതെ, അതൊക്കെ വർഷ സമയമെടുത്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇന്നു മുതൽ ഞാൻ പഴശ്ശി തമ്പുരാനായിട്ടൊന്ന് മുഴുകട്ടെ. പോട്ടെ അമ്മ. അങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാടാ. ഈ താക്കോൽ ഇവർക്ക് കൊടുത്തേ. ഇതാണ് കാര്യം. ചാവി കിട്ടി. അവരെ ഞങ്ങൾ എടുത്തോളാം. വരടാ. ഇറച്ചി, നല്ല ഇറച്ചി, മനുഷ്യനെ മയക്കണ ഇറച്ചി, ഇത് മനുഷ്യനെ കുരുക്കണ ഇറച്ചി. ഇറച്ചി, നല്ല ഇറച്ചി. കോഴിക്കോട് ഹലോ, പൊള്ളാച്ചിന്ന് പോകരാ? പോത്തിന്റെ കാര്യം പറയാനാണോ? ആ, ഇസ്മായിലുണ്ട്, ഇസ്മായിലുണ്ട്. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ആ, ഇതേ പൊള്ളാച്ചിന്ന് പോക്കരാ. ഹലോ ഹലോ ഹലോ, ഇസ്മായിൽ ഇവിടെ വന്ന റേഞ്ച് കിട്ടില്ല. അങ്ങോട്ട് മാറി സംസാരിക്കും. നീ ഇപ്പൊ എന്റെ പൊന്നെ. എന്നാ തലയാണോ? എന്നാ എന്നെക്കാളും വയസ്സ് മൂത്ത പോത്താ. നല്ല മാംസം. സഞ്ചി കാണിക്കേ. കൊണ്ടുപോ കൊണ്ടുപോ. അവിടെ നിന്ന് എന്റെ കരളെ ഒരു കരളിന്റെ പ്രശ്നം. നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ. ശരിയായി. കട്ടായി തോന്നല്ലോ. കട്ടായി. പിന്നെ വിളിക്കാം. ആ, പൊള്ളാച്ചിന്ന് പോക്കരാ. ആ, നീയായിരുന്നോ? ഞാൻ പോരാടാ. ആ, ഞാൻ പോരാടാ. ഇതൊന്ന് തീർത്തിട്ട് പോടാ. അതെ, എനിക്ക് ഒരു കിലോ ഇറച്ചിയല്ല വിഷയം. എന്റെ നാടകം എനിക്ക് കാര്യം. അറിയോ? നീ ആർക്കാണെങ്കിൽ വെട്ടി ഇറങ്ങിട്ട് കൊടുക്കും. അവന്റെ ഒരു ഇറച്ചി. വായിലോട്ട് നോക്കി നിൽക്കാതെ വണ്ടി ഇറാ. ഓവറായോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ചേട്ടാ, ഈ വണ്ടിയിൽ യാത്ര എങ്ങനെയുണ്ട്? സുഖമല്ലേ? ആ, കൊള്ളാം അല്ലേ മോളെ? ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓട്ടത്തിന് കാശ് വേണ്ട. കാശ് വേണ്ടേ? വേണ്ട. പകരം ഞാനൊരു കിസ് ചോദിക്കും. നിർത്തടാ.
അവന്റെ ഒരു കിസ് തോന്നിയാസം പറയുന്നോടാ അടിച്ചിന്റെ പല്ല് താഴെടും. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ആ കിസ്സല്ല ചോദ്യം. എന്റെ പൊന്നമ്മാവാ, ഞാൻ അത്രക്കാരനല്ല. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 50 രൂപ തരും. ഉത്തരം തെറ്റിച്ചാൽ 100 രൂപ എനിക്ക് തരണം. ചോദിച്ചോട്ടെ അച്ഛാ. ആ എന്നാ ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവൽ എഴുതിയത് ആര്? വേഗം പറഞ്ഞു. ക്ലൂ ഇല്ല. ഉറൂബ്. ആ കൺഗ്രാചുലേഷൻസ്, എന്റെ 50 പോയി. 50 രൂപ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാണ് നീ വണ്ടി ഓടിക്കുന്നത്? പാപ്പാനായ പോരെ. അതല്ലേ, ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അതാണ് ചോദ്യം. ക്ലൂ ഇല്ല. പറഞ്ഞോ. അത് MT വാസുദേവൻ നായർ. ഉത്തരം തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ 100 രൂപ എടുത്തോ. വേഗം വിട്. അങ്ങോട്ട് തരാൻ ഒരു പ്രയാസമില്ലായിരുന്നു, പിന്നെന്താ ഇങ്ങോട്ട് തരാൻ ഇത്ര പ്രയാസം? ആ. അപ്പോ എനിക്ക് കൺഗ്രാചുലേഷൻസ്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. സൈഡിലേക്ക് ഒതുക്കി തരാം. നിങ്ങളൊന്ന് ഇറങ്ങി. ചേച്ചി ശരിക്കും വില പറ. 3000 രൂപയാ. ഓ അത് കൂടുതലാണല്ലോ. എന്നാ കുടുംബത്തോട് പൊക്കോ, വേഗം പൊക്കോടാ. പോടാ. പഠിക്കുന്ന 3000. ഓ, പച്ച മീനിനെ കണ്ടിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ? 3000 വേഗം വാ, വേഗം വാ. പഠിക്കുന്ന 2000 നിനക്ക് വേണം. 2000 നീ എനിക്ക് കുറച്ച് കാശ് തരാണ്ടല്ലോ. പറ്റില്ലെങ്കിലോ പറ്റെങ്കിൽ പറ്റി എടുത്തോണ്ട് പോക്കോ. ഒന്ന് അങ്ങോട്ട് പൊക്കിക്കൊടാ. നീ എന്താണ് നോക്കിക്കണ? അങ്ങോട്ട് പോയി നന്നായിട്ട് കോരി എടുക്കടാ. ആ ചതയ്ക്കരുത്. നിക്ക്. എനിക്ക് നീ കാശ് തരാനുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചല്ലോടാ. അത് കടം കിട്ടുന്ന എവിടെയും ഞാൻ പോയി വാങ്ങിക്കും. എന്റെ പൂജാമോളന്ന് എസ് ഐ വന്നോട്ടടാ. നിന്നെ കാണിച്ചു തരാവടാ. അപ്പൊ ഞാനവിടെ കെട്ടൂലേ? പിന്നെ നിന്നെ ഒട്ടും ഇറക്കടാ. പിന്നെ എടാ ഇറക്കാൻ. ഇന്ന ഇറക്കി. മാന്യരെ, കഴിഞ്ഞ സുനാമി ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹ ധനശേഖരണാർത്ഥം കുറുക്കന്തറ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പഴശ്ശിത്തമ്പുരാൻ എന്ന നാടകത്തിനുള്ള സംഭാവന ജനഹൃദയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ഈ നാടകം പ്രശസ്ത സംവിധായകൻ പ്രേം ലൂയിസ് സംവിധാനം ചെയ്യുന്നു. അതുകൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എത്ര ആർക്ക് എഴുതുന്നുണ്ട്? ആർക്കെ നായർ സാറ് വിദേശ മലയാളിയല്ലേ? 1000 രൂപ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ ആർക്കെ സാർ അമേരിക്കയിലെ പഴശ്ശിരാജാവിന് ഒരു കളി പൊക്കിയതല്ല. തമ്പുരാനല്ലേ? ആ തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. അതെ. എന്നാ നാടകമെന്നറിയാം ഞങ്ങളുടെ. സാറിന്റെ ഭാര്യ അമേരിക്കയിലായി പോയത് കഷ്ടമായി പോയി. അതെന്താ? അല്ലെങ്കിൽ സാറിന് ഒരു ഫാമിലി പാസ് തരായിരുന്നേ. അതെ അതെ. അതൊന്നും വേണ്ട. ഏതായാലും സുനാമി ദുരന്തത്തിൽപ്പെട്ട ഫാമിലിയുടേതല്ലേ, ഒരു 10 എഴുതിക്കോ. എടാ 10 അല്ലടാ 10000. പിന്നെ കൃത്യമായിട്ടും റെസിപ്റ്റ്. അതിലല്ല ഞങ്ങൾ ഈ കുറ്റി കൊണ്ട് നടക്കുന്നേ. 10 തൊലിയോ? ഇങ്ങനെയുള്ള കുറെ വെടക്ക് വിദേശ മലയാളികളാ, നല്ല വിദേശ മലയാളികളുടെ പേരുകളാ നിൽക്കുന്നത്. അവന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട. അല്ല ഇവരോട് 10 വേണ്ട. എന്തു 10 രൂപ തന്നെ ഇങ്ങനെയാണ് ഒരു സംഭാവന വരുന്നത്. ഇയാൾ വിദേശ മലയാളി ഒന്നല്ല, ഇയാളുടെ പെണ്ണുമ്പിള്ള വിദേശ മലയാളി. കണ്ടില്ല തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചെടുക്കണേ, നാണല്ലാത്ത വിദേശ മലയാളി. നാട്ടുകാരെ എല്ലാവരും കേട്ടോ, വിദേശ മലയാളി നിൽക്കുന്നു. വിദേശ മലയാളിയാണ് പോലും വിദേശ മലയാളി. ഇവൻ പിച്ചക്കാരൻ തുണി പോലും കാശില്ലാതെ.